ഇനി പാലക്കാട്ടേക്ക് വല്ലപ്പുഴയിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നൊരു വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ചെറുകോട്, ഇലപ്പള്ളി, മുഖില, മകൻ നിഷാന്ത് എന്നിവരെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിഖിൽ പ്രമേഷ് ചേരുന്നു പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. നിഖിൽ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ സാമ്പത്തിക പ്രശ്നമായിരുന്നു ഈ ആത്മഹത്യക്ക് കാരണമെന്ന് മനസ്സിലാക്കുന്നു. മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ മരണത്തെക്കുറിച്ച്? ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് വീട്ടിൽ അമ്മയും മകനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അപ്പോൾ പക്ഷേ ഈ മരണം സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും ലഭ്യമായിരുന്നില്ല. പിന്നീട് ഇവരുടെ ബന്ധുക്കളിൽ നിന്നും മറ്റും വിവരങ്ങൾ ശേഖരിച്ചപ്പോഴാണ് പോലീസിന് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അതായത് ഈ മകൻ നിഷാന്തിന് ചില സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഇദ്ദേഹം നടത്തിയിട്ടുള്ള പല ബിസിനസ്സുകളും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അമ്മയെ ഹാളിലും ഈ മകനെ അദ്ദേഹത്തിന്റെ മുറിയിലുമായിരുന്നു തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. നിഷാന്ത് 10 വർഷമായി പലതരത്തിലുള്ള കച്ചവടങ്ങൾ നടത്തി വരികയായിരുന്നു. എന്നാൽ വിവിധ പ്രതിസന്ധികൾ മൂലം ആ ബിസിനസ്സുകളൊന്നും തന്നെ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. എറണാകുളത്ത് ഇദ്ദേഹം നടത്തിയിരുന്ന കൂൾബാർ ഏതാണ്ട് 10 ദിവസം മുൻപാണ് അടച്ചുപൂട്ടിയത്. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ മരണകാരണം എന്നുള്ളതാണ് പട്ടാമ്പി പോലീസ് നൽകുന്ന വിശദീകരണം. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടി പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. നിഷാന്തിന്റെ മൂത്ത സഹോദരൻ അഹമ്മദാബാദിലാണ് താമസം. അദ്ദേഹത്തിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് ശേഖരിച്ചിട്ടുള്ളത്. എന്തായാലും അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പലകുറി ആവർത്തിക്കുമ്പോഴും പലരും അതിന് അഭയം പ്രാപിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, നിഖിൽ പരമേശ്വരാണ് വിവരങ്ങൾ നൽകിയത്.